നമസ്തേ. കഴിഞ്ഞ ദിവസം എനിക്ക് ഓച്ചിറ പരബ്രഹ്മ ഭഗവാന്റെ അടുത്തൊരു സോപാന അഷ്ടപതി കച്ചേരി പോലെ സോപാന അഷ്ടപതിയും ചേർന്നുള്ള ആ ഒരു പരിപാടി ഉണ്ടായിരുന്നു ഓച്ചിറ ഭഗവാന്റെ അടുത്ത്. അവിടെ ഇപ്പോൾ കർക്കിടക മാസത്തിൽ അതിന്റെ രാമായണ മാസാചരണമായിട്ടാണ് ഇപ്പൊ അവിടെ ആചരിക്കുന്നത്. അപ്പോൾ അതിന് വൈകുന്നേരങ്ങളിൽ എല്ലാ ദിവസവും ഓരോ പ്രോഗ്രാമാണ്. അപ്പൊ ഞങ്ങൾക്കും ഒരു പ്രോഗ്രാം ഉണ്ടായിരുന്നു. അപ്പൊ ഇതാണ് സുനിത ചേച്ചി. അപ്പൊ സുനിത ചേച്ചിയും ഞാനും കൂടെ ആയിരുന്നു അത് അവതരിപ്പിച്ചത്. അങ്ങനെ അതിന്റെ കൂടുതൽ അഷ്ടപതിയിലേക്ക് കടക്കണമെങ്കിൽ ഈ ഒരു പുസ്തകം നമുക്ക് ഇത് കൂടാതെ നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയില്ല. അതുപോലെയുള്ളൊരു പുസ്തകമാണിത്. ഗീതാ ഗോവിന്ദം അഷ്ടപതി ജയദേവറിന് അത് സ്വരപ്പെടുത്തിയത് അനുരാധ മഹേഷ്, സുനിത ചേച്ചിയുടെ ഗുരു കൂടിയാണ്, ടീച്ചറാണ്. അപ്പൊ ഇതാണ്. അപ്പൊ ഈ പുസ്തകത്തെ കുറിച്ച് എന്നോട് പറയുകയും അപ്പൊ ഈ പുസ്തകം എനിക്ക് കൂടി ഒരെണ്ണം വാങ്ങാമെന്നും അങ്ങനെ ഇതിന്റെ ഓരോരുത്തർ ഓരോ ഈണങ്ങളാണല്ലോ. അപ്പൊ നല്ല നല്ല രാഗങ്ങളിലായിരുന്നു ഇതെല്ലാം ചിട്ടപ്പെടുത്തിയിരിക്കുന്നത്. അപ്പൊ ചേച്ചി പാടിയപ്പോ തന്നെ എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. അതിന്റെ ആ തോടയ മംഗളം എന്ന് പറയുന്നത് തന്നെ ചലനാട്ട രാഗത്തിൽ ആണ് അത് ചെയ്തിരിക്കുന്നത്. പിന്നെ നമ്മുടെ ഇത് തുടങ്ങുന്നത് ദശാവതാര രാഗമാലിക എന്ന് പറയുന്നത് അത് മത്സ്യാവതാരം, കൂർമാവതാരം, വരാഹം, അങ്ങനെ 10 അവതാരങ്ങൾ. അതിൽ സൗരാഷ്ട്രത്തിൽ തുടങ്ങി 2 കൂർമ്മം, ബൗളി, വരാഹാവതാരം, കേദാരം, നരസിംഹാവതാരം, ധന്യാസി, വാമനാവതാരം, ദേവകാന്താരി, പരശുരാമ അവതാരം, നാട്ടക്കുറിഞ്ചി, രാമാവതാരം, അഠാണ, ബാലരാമാവതാരം, ദീദിഗൗള, ബുദ്ധാവതാരം, പൂർവകല്യാണി, കൽക്കി അവതാരം, നാഗസ്വരാവലി, മംഗളം, സുരുട്ടി, അങ്ങനെ ഓരോരോ രാഗങ്ങളിലാണ്, ഓരോ വ്യത്യസ്തമായ രാഗങ്ങളിലാണ് ഇതെല്ലാം ചെയ്തിരിക്കുന്നത്. അങ്ങനെ ഒരുപാട് ഭഗവാന്റെ രാസക്രീഡകളും എല്ലാം ചേർത്തുള്ള കൃഷ്ണരാധയുടെ ആ പ്രണയവും എല്ലാം ചേർത്തുള്ള ഒരു പുസ്തകമാണ്. അപ്പൊ അതിന്റെ കൂടുതൽ പഠിക്കാനും അങ്ങനെ അതിന്റെ ഒരുമിച്ച് ഇനിയിപ്പൊ കുറച്ച് കച്ചേരികൾ ഞങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പൊ അത് ചെയ്യുന്ന കാര്യങ്ങളും അങ്ങനെയൊക്കെ വന്നപ്പോഴാണ് നാളെ ഞാൻ ഇതുപോലെ നമ്മുടെ MG രാധാകൃഷ്ണൻ സാറിന്റെ ഒരു പരിപാടിയുടെ കാര്യം ഞാൻ അതിന്റെ ഒരു ചടങ്ങ് നാളെ ഇങ്ങനെ ഒരിടത്ത് നടക്കുകയാണെന്നൊക്കെ വെറുതെ പറഞ്ഞ് പറ്റുമായിരുന്നു. ചിലപ്പം ഭാഗ്യം ഉണ്ടെങ്കിൽ എനിക്കൊരു അവസരം കിട്ടുവാണെങ്കിൽ ചിലപ്പോൾ പോകും കാണാനായിട്ട്. അങ്ങനെയൊക്കെ പറഞ്ഞപ്പോഴാണ് ചേച്ചി പറഞ്ഞത് അവരൊക്കെ ഒരുപാട് രാധാകൃഷ്ണൻ സാറിന്റെ ഒക്കെ കച്ചേരികൾ ഒരുപാട് അമ്പലപ്പുഴ വെച്ചൊക്കെ ഒരു കണ്ടിട്ടുണ്ട്. ആ കാര്യങ്ങളും അങ്ങനെയുള്ള കുറെ കാര്യങ്ങളെല്ലാം സാറിന്റെ പാട്ടുകളാണ് കൂടുതലും. അത് ചേച്ചി തന്നെ പറയും. നമസ്കാരം, എല്ലാവർക്കും നമസ്കാരം. എന്റെ പേര് സുനിത. ഞാന് എന്റെ വിദ്യാഭ്യാസ കാലഘട്ടത്തില് BBHS നങ്ങ്യാറംകുളങ്ങര സ്കൂളിലാണ് ഞാൻ പഠിച്ചത്. ഞാൻ അവിടുത്തെ കലാപ്രതിഭയൊക്കെ ആയിരുന്നു. എന്നെ ലളിത സംഗീതം ഞാൻ ഏറെ പഠിച്ചതും പാടി എനിക്ക് സമ്മാനങ്ങൾ നേടിത്തന്നതും MG രാധാകൃഷ്ണൻ സാറിന്റെ ആ പിന്നെ ഈണത്തിലുള്ള ആ ലളിത സംഗീതമാണ് ഞാൻ കേട്ട് പഠിച്ചിട്ടുള്ളത്. റേഡിയോയിൽ വരുന്നത് കേട്ട് എഴുതി വെച്ച് അത് പ്രാക്ടീസ് ചെയ്ത് പാടും. അങ്ങനെ എനിക്ക് ഒരുപാട് സമ്മാനങ്ങൾ കിട്ടിയിട്ടുണ്ട്. ഓടക്കുഴൽ ഒഴുകി ഒഴുകി വരുന്നു എന്നുള്ള പാട്ട്, ഘനശ്യാമ, അങ്ങനെ കിട്ടിയ സർട്ടിഫിക്കറ്റുകളാണ് ഇതെല്ലാം വീട്ടിൽ പണ്ട് തൊട്ടേ കിട്ടിയിട്ടുള്ളതാണ്. വർഷങ്ങൾക്ക് മുമ്പ് ബദനി സ്കൂളിൽ. അതുപോലെ തന്നെ ഞാൻ കഥകളി സംഗീതജ്ഞയാണ്. കലാമണ്ഡലം ഹൈദരാലി ചേട്ടനാണ് എന്നെ കഥകളി സംഗീതം പഠിപ്പിച്ചത്. 5 വർഷം എനിക്ക് സ്റ്റേറ്റ് ഫസ്റ്റ് കിട്ടി. അതിന് കഥകളി സംഗീതത്തിനും ലളിത സംഗീതത്തിനും അതുപോലെ തന്നെ ഞാൻ എല്ലാത്തിലും പാർട്ടിസിപ്പേറ്റ് ചെയ്യുമായിരുന്നു. കഥാപ്രസംഗം എല്ലാം ഉണ്ട്. സ്കൂൾ കോമ്പറ്റീഷനുകളിലെല്ലാം സ്റ്റേറ്റില് BBHSൽ എന്റെ ആ സമയത്ത് 84-89ലാണ് ഞാൻ ആ സ്കൂളിൽ പഠിച്ചത്. 5 വർഷം എനിക്ക് ആയിരുന്നു അവിടുത്തെ സ്റ്റേറ്റ് ഫസ്റ്റ്. പിന്നെ അതിനുശേഷം ഞാൻ വീണ്ടും പ്രൊഫഷണലായിട്ട് എനിക്ക് പോകാനുള്ള ഫാമിലി ഇതൊക്കെ ഉള്ളതുകൊണ്ട് പറ്റിയില്ല. പിന്നെ ഞാൻ വീണ്ടും ഈ പ്രായത്തിലും ഇത് തന്നെ ഞാൻ പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുന്നു. ഇപ്പൊ ഞാൻ അഷ്ടപതി പഠിച്ചു. എനിക്ക് വളരെയധികം ഇഷ്ടമാണ്. പിന്നെ സംഗീതത്തെ ആരാധിക്കുന്ന ഒരാളായതുകൊണ്ടും അഷ്ടപതിയിലോട്ട് ഞാൻ വന്നു. അങ്ങനെ അഷ്ടപതി പാടാൻ എനിക്ക് പല അമ്പലങ്ങളിലും ദേശത്തിലുള്ളതും അല്ലാതുള്ള അമ്പലങ്ങളിലൊക്കെ പാടാനുള്ള അവസരങ്ങൾ കിട്ടി. അപ്പൊ എനിക്ക് യാദൃശ്ചികമായിട്ടാണ് ഇടയ്ക്ക് വായിക്കാനായിട്ട് ശ്രീരാഗിനെ കിട്ടുന്നത്. അങ്ങനെ ശ്രീരാഗിനെ കുറിച്ച് ശ്രീരാഗിന്റെ മുഖാന്തരമാണ് ഇന്ന് ശ്രീരാഗിന്റെ വീട്ടിൽ വരികയും
ഇങ്ങനെ ഇതിനെക്കുറിച്ച് സംഗീതത്തെക്കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരുന്നപ്പോഴാണ് പറഞ്ഞത് ഇതുപോലെ ഒരു ഫംഗ്ഷൻ നടക്കുന്നുണ്ട്. എന്റെ ബ്രദറിന്റെ മകള് പഠിക്കുന്നത് ഓമനക്കുട്ടിയമ്മ ടീച്ചറിന്റെ അടുക്കലാണ്. എന്റെ കുടുംബവും പുന്നപ്ര അമ്പലപ്പുഴയായിട്ട് ബന്ധപ്പെട്ടതാണ്. എന്റെ അമ്മ കുടുംബം പുന്നപ്രയിലാണ്. എന്റെ അച്ഛന്റെ അമ്മാവനാണ് വേലകളി ആശാൻ പിന്നെ മോഹനൻ കുഞ്ഞുമണിക്കൻ എന്ന് പറയുന്നത്. നമ്മുടെ കുടുംബപരമായിട്ട് കലയിലും സംഗീതത്തിലും കൂടുതലായിട്ട് നിൽക്കുന്ന ആളുകളാണ്. അമ്പലപ്പുഴ വേലകളിയുടെ ആശാൻ ആണ് പിന്നെ മോഹനൻ കുഞ്ഞുമണിക്കൻ. നേരെ വടക്കേ സൈഡ് താമസിക്കുന്നത്. പിന്നെ മാതൃ ഗോന്നക്കുട്ടി ആശാൻ എന്ന് പറയുന്നത് എന്റെ ചിറ്റപ്പനാണ്. കഥകളി ആചാര്യനായിരുന്നു അദ്ദേഹം. അങ്ങനെ കലാപാരമ്പര്യമുള്ള ഒരു കുടുംബം തന്നെയാണ് എന്റേത്. അപ്പം എന്നെ ആദ്യമായി കർണാട്ടിക് ക്ലാസിക്കൽ പഠിപ്പിച്ചത് ആലപ്പി രതീഷ് ബാബു സാറാണ്. സാറാണ് എം ജി രാധാകൃഷ്ണൻ സാറിന്റെ ഈ പാട്ടുകളൊക്കെ ലളിത സംഗീതമെല്ലാം എന്നെ ചിട്ടപ്പെടുത്തി പ്രാക്ടീസ് തന്ന് എന്നെ സ്കൂളിലെ കോമ്പറ്റീഷനുകളൊക്കെ വിട്ടുകൊണ്ടിരുന്നത്. അപ്പൊ ഇന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി ഞാനൊരു 4 വരിയെങ്കിലും അദ്ദേഹത്തിന്റെ രാധാകൃഷ്ണന്റെ സാറിന്റെ ആ സ്മരണയെ ഓർത്തുകൊണ്ട് ഒരു 4 വരി അദ്ദേഹത്തിന്റെ തന്നെ ഒരു ലളിത സംഗീതം നിങ്ങളുടെ മുന്നിൽ ഞാൻ അവതരിപ്പിക്കും. പിന്നെ രതീഷ് ബാബു സാറിന്റെ കാര്യങ്ങള് വർഷങ്ങളായിട്ട് സാർ ഇപ്പോൾ അമ്പലപ്പുഴ ക്ഷേത്രത്തിൽ അഷ്ടപതി കച്ചേരി പഠിപ്പിക്കുന്നുണ്ട്. സാറിന്റെ കൂടെ എനിക്ക് അഷ്ടപതി പാടാനുള്ള ഒരു അവസരവും കൂടെ കിട്ടി. കഴിഞ്ഞ വർഷം കർക്കിടകത്തില് രാമായണ മാസോത്സവത്തിൽ നടക്കുമ്പോൾ സാറിന്റെ കൂടെ ഇരുന്ന് എനിക്ക് വീണ്ടും വർഷങ്ങൾക്ക് ശേഷം അദ്ദേഹത്തിന്റെ കൂടെ ഇരുന്ന് അഷ്ടപതി സോപാനം പാടാനുള്ള ഒരു അവസരം. സാറും ഇതുപോലെ ഇത് ചിട്ടപ്പെടുത്തി വെച്ചിട്ടുണ്ട്. വേറൊരു ഒരുപാട് വ്യത്യസ്തമായ മറ്റുള്ള രാഗങ്ങളിലാണ് സാറ് ചിട്ടപ്പെടുത്തി വെച്ചിരിക്കുന്നത്. അപ്പൊ സാറിനെ കാണാനായിട്ട് ഞാൻ അടുത്ത ആഴ്ച സാറിനെ കാണാനും പോകുന്നുണ്ട്. എന്റെയും ഗുരുനാഥനാണ് ഭഗവാൻ. സാറിന് നല്ലത് വരട്ടെ, ആയുസ്വാരോഗ്യം എല്ലാം സാറിന് കൊടുത്ത് സാറിന് ഒരു 100 വയസ്സ് വരെ സാറിന് കൊടുക്കട്ടെ. അത്രക്കാളുള്ള ഒരു വലിയ മനുഷ്യനാണ് സാറ് രതീഷ് ബാബു സാറ്. അപ്പോൾ അടുത്ത എം ജി രാധാകൃഷ്ണൻ സാറിന്റെ ഘനശ്യാമ സന്ധ്യ, അതാണ് നാളെ നടക്കുന്നെന്ന് പറയുന്ന ആ പ്രോഗ്രാമിന്റെ ആ ഒരു പാട്ട് അതിനു വേണ്ടി ഡെഡിക്കേറ്റ് അല്ലേ? എല്ലാവർക്കും വേണ്ടി നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്യുന്നു. ഘനശ്യാമ സന്ധ്യ ഹൃദയം നിറങ്ങി മഴവിൽ മാണിക്യ വീണ ഘനശ്യാമ സന്ധ്യ ഹൃദയം നിറയെ മുഴങ്ങി മഴവിൽ മാണിക്യ വീണ നീരാഞ്ജന സമരുചിരം നിരവധ്യമീ നടനവിലാസം നീരാഞ്ജന സമരുചിരം നിരവധ്യമീ നടനവിലാസം പകലുമിരവും പകരും പദചലന ലയമേളം നീരാഞ്ജന സമരുചിരം നിരവധ്യമീ നടനവിലാസം പകലുമീ
ശ്യാമ സന്ധ്യ ഹൃദയം. അതിമനോഹരമായി പാടി